ഞാൻ റഷ്യൻ ബാങ്കിൽ നിന്നും വലിയൊരു തുക ലോൺ എടുത്തിട്ട് എനിക്കുണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായിട്ട് റഷ്യയിൽ നിന്ന് ലോൺ എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഇലക്ട്രിക് ബൈക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ റഷ്യൻ ബാങ്കിൽ നിന്ന് ആദ്യമായിട്ട് ലോൺ എടുക്കുന്നത്. ഈ ഇലക്ട്രിക് ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു ഡെലിവറി ജോബിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബൈക്കാണ്. ഞാൻ എൻ്റെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡെലിവറി ആയിട്ട് ദസ്താവ്ക. ഡെലിവറി എന്ന് പറഞ്ഞാൽ ഇവിടെ ദസ്താവ്ക എന്ന് പറയും. അപ്പോൾ ആ ഡെലിവറി ജോബുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എനിക്ക് പൈസ വേണ്ട ഒരു സിറ്റുവേഷൻ വന്നത്. അപ്പോൾ ഞാനിത് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ബാങ്കിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഇലക്ട്രിക് ബൈക്ക് അതിൻ്റെ ഒരു ആംബിയർ, അതുപോലെ തന്നെ വോൾട്ട് എന്നൊക്കെ 60 വോൾട്ട്, പിന്നെ അങ്ങനെ ആംബിയറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് ഇപ്പം അതിൻ്റെ ബാറ്ററിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ടുള്ള അതിനുള്ള ഇലക്ട്രിക് ബൈക്കിനുള്ള ചാർജ് കൂടും. അതായത് പൈസ ഒരു സൈക്കിളിലുള്ള റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ കൂടും. നല്ല കപ്പാസിറ്റിയുള്ള ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള പൈസ കൂടുന്നതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഡെലിവറിയുമായി ബന്ധപ്പെട്ട്. അതിനുള്ളൊരു മെയിൻ കാരണം ഈ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വൻ തട്ടിപ്പുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഇലക്ട്രിക് ബൈക്കിൽ ഡെലിവറി ചെയ്തിട്ട് എത്ര പൈസ ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നേരത്തെ അത് ലൈവായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടോ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഞാനിങ്ങനെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഒരു ഇലക്ട്രിക് ബൈക്ക് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൽ സമീപിക്കുന്നത്. ഞാൻ ഇവിടുത്തെ മെയിൻ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബാങ്കുകളുണ്ട്. അതായത് ആൽഫ ബാങ്ക് ഉണ്ട്, ടിങ്കോഫ് ബാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ സൈബർ ബാങ്ക് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ബാങ്ക് എന്ന് പറഞ്ഞാൽ സൈബർ ബാങ്ക് ആണ്. അപ്പോൾ സൈബർ ബാങ്കിലേക്കാണ് ഞാൻ ആദ്യമായിട്ട് അവിടെ നിന്ന് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ലോൺ എടുക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടുമൈൻ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ടുമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം അത്യാവശ്യം വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഒബ്ലാസ്റ്റാണ് ടുമൈൻ എന്ന ഒബ്ലാസ്റ്റ്. റഷ്യയിലുള്ള മോസ്കോയെ പോലെ തന്നെ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു ഒബ്ലാസ്റ്റാണ്. വളരെ റിച്ച് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ റിച്ച് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു ഒബ്ലാസ്റ്റാണ്, ഒരു സ്റ്റേറ്റാണ് ഈ ടുമൈൻ. അപ്പോൾ ടുമൈനിൽ ഞാൻ ലോൺ എടുക്കാൻ പോയ സമയത്ത് എനിക്ക് ലോൺ കിട്ടുന്നു എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ പോയി സംസാരിച്ചു, എനിക്ക് എൻ്റെ ലോൺ വേണം. എൻ്റെ കയ്യിൽ ആ സമയത്ത് പൈസ ഉണ്ടായിരുന്നില്ല വലിയ. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ റഷ്യൻ സിറ്റിസൺ ആണോ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ റഷ്യൻ സിറ്റിസൺ ആണ്, ഇവിടുത്തെ പാസ്പോർട്ട് ഹോൾഡർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും പ്രോപ്പർട്ടിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അവരെൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിൽ എൻ്റേതായിട്ടുള്ള പ്രോപ്പർട്ടി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് പ്രോപ്പർട്ടി കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലോണാണ് നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവരെൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വലിയൊരു എമൗണ്ട് ഒന്നും വേണ്ട, എനിക്കൊരു 1 ലക്ഷം രൂപേൻ്റെ അടുത്ത് എനിക്ക് ലോൺ കിട്ടുവാണെങ്കിൽ വളരെ വലിയ ഉപകാരമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് പ്രോപ്പർട്ടിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 ലക്ഷത്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ലോൺ എടുക്കാൻ ഇവിടെ കഴിയും. ഇപ്പോൾ നിങ്ങളുടെ പേരിൽ പ്രോപ്പർട്ടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കാരണം, നിങ്ങളൊരു സിറ്റിസൺ, ഇവിടുത്തെ ഒരു സിറ്റിസൺ ആയത് കാരണം നിങ്ങൾക്ക് ഒരു ചെറിയൊരു തുക ലോണ് ആയിട്ട് നമുക്ക് അനുവദിച്ച് തരാൻ പറ്റുമെന്ന് അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എത്ര തുകയാണ് നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുന്നതെന്ന് ചോദിച്ചപ്പം അവരെനിക്ക് മാക്സിമം തന്നിട്ടുള്ളത് 80,000 റൂബിളാണ്. ഏകദേശം ഈ INR ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 80,000 റൂബിൾ എനിക്ക് INR ആയിട്ട് അവർ ലോൺ തന്നു. പിന്നെ ആ ലോൺ എടുത്തതിന് ശേഷം, അപ്പോൾ ഒരു ലോൺ എടുക്കുന്ന സമയത്ത് എനിക്കൊരു കാർഡും കൂടി തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ആ കാർഡ് കാണിച്ചു തരാം. ഇപ്പം നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് എന്നുള്ള രീതിയിലാണ് ആ കാർഡ് നമുക്ക് വരുന്നത്. ആ കാർഡ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്ത് ഇപ്പം ഒരുപാട് കാർഡ്, ഇപ്പോൾ നമുക്ക് ബാങ്കിൻ്റെ കാർഡ് ഒന്ന് നോക്കാം ഏതൊക്കെയാണെന്ന്. ഇതാണ് എൻ്റെ കാർഡ്. ഇത് മീർ എന്ന് പറയും, ഏറ്റവും നല്ല കാർഡാണ് റഷ്യയിലുള്ള. നമുക്ക് സൈബർ ബാങ്കിൻ്റെ ഒരു കാർഡാണ്. അപ്പോൾ ഞാൻ ലോൺ എടുത്തിട്ടുള്ള കാർഡും കൂടി കാണിക്കാം. അതുപോലെ ഇതുപോലെ തന്നെ ഇതാണ് മിറർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാർഡാണ് ഞാൻ ലോൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഈ രണ്ട് കാർഡും എനിക്ക് ഉള്ളത് കാരണം തന്നെ, പിന്നെ ഞാൻ നേരത്തെ ടിങ്കോഫ് എന്ന ബാങ്ക് അക്കൗണ്ടും കൂടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ടിങ്കോഫ് ഞാൻ ഉപയോഗിക്കുന്നില്ല. നേരത്തെ ടിങ്കോഫാണ്. ടിങ്കോഫ് ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള 3 അക്കൗണ്ടുകൾ എനിക്കിവിടെ റഷ്യയിൽ തന്നെ ഉണ്ടായിരുന്നു. 2 അക്കൗണ്ടുകൾ റഷ്യയിൽ തന്നെ ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് നമ്മൾ ബാങ്ക് നമുക്ക് എന്താ പറയുക, ലോൺ തരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കാർഡും കൂടി നമുക്ക് കിട്ടും അവിടെ നിന്ന്, ഒരു ബ്ലാക്ക് കാർഡ്. അപ്പോൾ ഈ ബ്ലാക്ക് കാർഡ് വെച്ചിട്ട് ഇതിൽ നമുക്ക് സൈബർ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഒരു കാർഡാണ്. അപ്പോൾ
നിങ്ങൾക്ക് കാണാൻ പറ്റും മീർ, അതായത് സേബർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലറായിട്ട് സേബറിൻ്റെ കാർഡാണിത്. അപ്പോൾ അവരെനിക്ക് ഇത്രയും തുക ഒരു ബാങ്കിലേക്ക് ലോണായിട്ട് തന്നു. അപ്പോൾ ഞാൻ ഈ ലോണ് എടുത്തിട്ട് ഫസ്റ്റ് ഞാൻ ഈ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൈക്കിള് ആദ്യം വാങ്ങുകയാണ്. സൈക്കിൾ വാങ്ങിച്ചിട്ട് അത് ഞാൻ സംഭവം എന്ന് വെച്ചാൽ അത് എനിക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ആളുകൾക്ക് ഇവിടെ റഷ്യയിലേക്ക് ഈ ഡെലിവറി ജോബിൻ്റെ അണ്ടറിൽ നടക്കുന്ന തട്ടിപ്പുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സൈക്കിൾ ലോണായിട്ട് എടുത്തിട്ടുള്ളത്. ക്യാഷ് ലോൺ എടുത്തിട്ട് ഈ സൈക്കിൾ എടുത്തിട്ടുള്ളത്. അതിപ്പോൾ ഞാൻ ഇപ്പോഴും അടച്ചുകൊണ്ടുണ്ട് ആ പൈസ. അപ്പോൾ അതിനുശേഷം പിന്നീട് ഞാൻ 60,000 രൂപയും കൂടി ഞാൻ ഈ ലോൺ എടുത്തിട്ടുള്ളൂ. കാരണം ഞാൻ നേരത്തെ ലോൺ പ്രോപ്പറായിട്ട് അടച്ചത് കാരണം അവർ വീണ്ടും എനിക്കൊരു 60,000 രൂപയും കൂടി ലോണായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ 80,000 രൂപ ലോൺ എടുത്തിട്ട് ഞാൻ ഈ സൈക്കിള് ഇങ്ങനെ യൂസ് ചെയ്ത് ഒരു ഡെലിവറി എങ്ങനെയാണ് ചെയ്യുന്നത്, എനിക്ക് എത്ര പൈസ ഒരു ദിവസം ഏൺ ചെയ്യാൻ പറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ. ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച ഒരാൾ ട്രെയിനിങ് ഇല്ലാതെ ഒന്നും നിങ്ങൾക്ക് പെട്ടെന്നൊന്നും ഈ ഡെലിവറി ചെയ്യാൻ പറ്റില്ല. അതിന് വളരെ കൺഫ്യൂഷൻ ആയിരിക്കും. ഒരേ സമയം തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ആ ഒരു സൈറ്റിൽ എത്തുമ്പോൾ തന്നെ അത് റിങ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ തന്നെ 2-3 ഓർഡറിൽ ഒന്നിച്ച് വരും. ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ ആവും, നിങ്ങൾ എവിടെയാണ് കൊടുക്കേണ്ടത്, അതിൻ്റെ റൂട്ട് മനസ്സിലാത്ത സിറ്റുവേഷൻ വരും. നമ്മളിങ്ങനെ റൂട്ട് മാപ്പ് നോക്കിയിട്ടാണ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലോൺ എടുത്തിട്ട് ആദ്യമായിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റഷ്യൻ പാസ്പോർട്ടൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലോൺ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം, പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ റഷ്യൻ പാസ്പോർട്ട് ആയിരിക്കണം. ഈ 2 ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ ലോൺ പ്രോപ്പറായിട്ട് അടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തിരി ഒരു 1 ലാഖിൻ്റെ അകത്തൊക്കെ നിങ്ങൾക്ക് ലോൺ എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങളെ കയ്യിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടി കാര്യങ്ങൾ നിങ്ങളുടെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വീടോ കാര്യങ്ങളൊക്കെ റഷ്യയിൽ സ്വന്തമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ലോണും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചെറിയൊരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിച്ചത്. അപ്പോൾ പിന്നെ നിങ്ങൾ പലർക്കും ഉണ്ടാകുന്ന ഡൗട്ട്സ് ഉണ്ടാവും. അതായത് ഈ വർക്ക് വിസ, ടൂറിസ്റ്റ് വിസ, ബിസിനസ് വിസ അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ വന്ന് ലോൺ എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇല്ല, ഒരിക്കലും അങ്ങനെ പറ്റത്തില്ല. ഇവിടുത്തെ റഷ്യൻ സിറ്റിസന് മാത്രമേ നിങ്ങൾക്ക് ഇവിടുന്ന് ലോൺസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് ലോണൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് റഷ്യൻ പാസ്പോർട്ട് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ലോൺ എടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പെൻഷൻ, ഇന്നലത്തെ എൻ്റെ പെൻഷൻ്റെ തുകയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്രയാണ് എനിക്ക് പെൻഷൻ കിട്ടുന്നത്. അപ്പോൾ അതിനെ എന്നെക്കുറിച്ച് കളിയാക്കിയിട്ടും എന്നെ മോശമായി ചിത്രീകരിച്ചും പല ആൾക്കാരും പല രീതിയിലും വീഡിയോകൾ ചെയ്യുന്നുണ്ട്. ഞാൻ അതൊന്നും കാര്യക്കാറില്ല. അവർക്ക് എനിക്ക് കിട്ടുന്ന അപ്ഡേഷൻ, പുതിയ നോളജുകൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആളുകൾ പല രീതിയിലും എന്നെ മോശമായി ചിത്രീകരിക്കുന്നുണ്ട്. ഞാനോ ഇങ്ങനെയാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടാൽ ഇപ്പം ഇതിനെതിരെ കണ്ടന്റായിട്ട് വരാനുള്ള സാധ്യത ഒരുപാട് ആളുകൾ, നമുക്ക് ശത്രുക്കൾ പൊതുവെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. കാരണം ഇന്ന കാര്യങ്ങൾ ആളുകളുടെ മുമ്പിലേക്ക് ഇത് ഒരുപാട് കള്ളന്മാർ റഷ്യയിലുണ്ട്. അവരൊന്നും ഈ പല ആളുകളുണ്ട് ഈ വീഡിയോയിലും എന്നെക്കുറിച്ച് മോശമായി എന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്ന ചില ആളുകളുണ്ട്. അപ്പം അവനക്ക് അറിയാം പക്ക ഫ്രോഡുകളായിട്ടുള്ള പല ആൾക്കാരും റഷ്യയിൽ ശരിക്കും റിയൽ ആയിട്ടുള്ള ആളുകളുണ്ട്. എന്നിട്ട് പോലും അവരൊന്നും കൊണ്ടുവരുന്നില്ല, എന്നെ ടാർഗറ്റ് ചെയ്ത് മാത്രം വീഡിയോ ചെയ്യുന്നതാണ്. പക്ഷെ ഇന്നേവരെ അവനൊരു ഇരയെ പോലും കിട്ടിയിട്ടില്ല. വിത്തൗട്ട് പ്രൂഫ് ഇല്ലാതെ ഇങ്ങനെ വന്ന് വീഡിയോന് മുമ്പിൽ ഇങ്ങനെ വിളമ്പുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ആളുകൾ വിശ്വസിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും മിനിമം ഒരു പ്രൂഫെങ്കിലും അവൻ്റെ കയ്യിൽ വേണ്ടേ. ഇപ്പം അവൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വാട്സപ്പിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രൂഫ് കളക്ട് ചെയ്യാന്നുള്ള രീതിയിൽ അപ്പോൾ അവനെ ഒരു കണ്ടന്റ് കിട്ടും. ഇജാസിൻ്റെ വോയിസ് ക്ലിപ്പ്, ഇജാസ് പറയുന്ന വോയിസ് ക്ലിപ്പ് ഇത് നിങ്ങൾ കേൾക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് കിട്ടാൻ വേണ്ടി എന്നെ ഇങ്ങനെ നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഞാനുള്ള അവന് ആൻസർ കൊടുക്കും. കറക്റ്റ് അവൻ ചോദിച്ചിട്ടുള്ള കറക്റ്റുള്ള ആൻസർ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവനൊരു പ്രാന്തനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ എന്തൊരു തലക്ക് സുഖമില്ലാത്ത ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടിട്ട് അവൻ്റെ ഒരു ചക്കപ്പല്ല് കാണിച്ചിട്ടുള്ള ഒരു വലിയൊരു പല്ലും ഒക്കെ പുറത്തിട്ടിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കും. ഒരു പൊട്ടത്തരം ഇങ്ങനെ വളമ്പിക്കൊണ്ടിരിക്കും. ഒരു പ്രാന്തനെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ഒരു പ്രാന്ത ഒരാളെ കുറിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇതില്ല, ഇങ്ങനെ വായിട്ട് ഇങ്ങനെ കാരണം ഇവൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു 63 സബ്സ്ക്രൈബർ. കാരണം അത്രേ ഉള്ളൂ ഇവന്. എന്നിട്ട് ഇവൻ ഇങ്ങനെ വായിട്ട് ചിലക്കുകയാണ് എന്തൊക്കെയാ കാര്യങ്ങൾ, ഒരു പ്രൂഫും ഇല്ലാതെ. അപ്പോൾ ഇങ്ങനെയുള്ള കള്ള ഫ്രോഡുകൾ ഒരുപാട് നമ്മുടെ റഷ്യയിലുണ്ട്.
അപ്പോൾ ഞാൻ ഇപ്പം നിങ്ങൾക്ക് ആ ഫ്രോഡുകളൊക്കെ കാണാൻ പറ്റും. ഇപ്പം എന്നെ കുറിച്ചിട്ട് ഇപ്പം നമ്മളിങ്ങനെ ഇല്ല കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയുന്നത് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും ഒരു 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 എവിഡൻസോ കാര്യങ്ങളോ ഇല്ലാതെ ഇങ്ങനെ ഒരാളെ കുറിച്ചിട്ട് മോശമായ കാര്യങ്ങൾ വീഡിയോയിലൂടെ വന്ന് പ്രചരിപ്പിക്കുക. ഇവനിങ്ങനെ അസൂയ, ഈ കുശുമ്പ് എന്നൊക്കെ പറയല്ലേ. മറ്റുള്ള ആളുകൾ റഷ്യയിൽ വന്ന് കുറച്ച് പൈസ ഉണ്ടാക്കുന്നത് ഇവനെ പോലത്തെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇവന് മാത്രം ഇവിടെ ജീവിച്ചാൽ മതി, ഇവർ മാത്രം ഇവിടെ പൈസ ഉണ്ടാക്കുക, മറ്റാരും ഇവിടെ വരണ്ട. എല്ലാവർക്കും ഈ രാജ്യത്തേക്ക് വരാനുള്ള അവകാശമുണ്ട്. അത് പ്രോപ്പർ വിസയിൽ വരണം എന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയുമ്പോഴാണ്. വലിയ പൈസയൊന്നും ഇവന്മാർക്ക് വാങ്ങാൻ പറ്റുന്നില്ല. 5 ലക്ഷം വാങ്ങുന്ന സ്ഥലത്ത് 4 ലക്ഷം പറയുമ്പം അത് ഇവർക്ക് ആ വിസയ്ക്ക് ഇത്ര പൈസയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് ഇവർക്ക് കുരു പൊട്ടുവാണ്. അവരത്ര ആ 1 ലക്ഷം പോവാണ്. ഇതൊക്കെ ഇവരെല്ലാം ഗ്രൂപ്പായിട്ട് ഷെയർ ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ പേയ്മെൻറ്റ്. അപ്പോൾ ഞാനിത് നിങ്ങളുടെ മുമ്പിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് കാരണം ഇവനെ പോലത്തെ ഈ ഒരു ചക്കപ്പല്ലും കാണിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ചിരിച്ചിട്ട് ഇങ്ങനെ ആളുകളെ മുമ്പിൽ അവൻ എന്തോ വലിയൊരു സംഭവമാണെന്നുള്ള വരുത്തി തീർക്കാൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വളരെ ആളുകളെ മോശമായിട്ട് എങ്ങനെ ചിത്രീകരിക്കാൻ പറ്റുമോ ആ രീതിയിൽ ഇങ്ങനെ ചിത്രീകരിക്കുകയാണ്. അവൻ ചിത്രീകരിച്ചോട്ടെ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഒരു പ്രൂഫോ കാര്യങ്ങളോ ഇല്ലാതെ വെറുതെ എന്തിനാണ് ഇത്? ഞാൻ ഇവൻ വീഡിയോ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേയായി, ഒരു പ്രൂഫ് ഇതിൽ കിട്ടിയില്ല. ഇരകളെ തേടി ഇങ്ങനെ നടക്കുകയാണ്. എൻ്റെ സുഹൃത്തുക്കളെ മൊബൈലിലേക്കൊക്കെ ഇങ്ങനെ നിരന്തരം ഫോണിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുണ്ട് ബ്രോ, നിങ്ങൾക്ക് വിഷയമാണോ, സുഖമാണോ, വളരെ ഇതായിട്ട് എന്തെങ്കിലും ഒരു പ്രൂഫ് കിട്ടുമെന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ അല്ലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ്. ഇവൻ എവിടുന്നും കിട്ടുന്നില്ല. എന്തെങ്കിലും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഇവൻ്റെ കൂട്ടുപ്രതികളായിരിക്കും. കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ കൂട്ടുപ്രതികളായിരിക്കും. അല്ലാതെ ഇജാസ് ആയിട്ട് ഇതുവരെ ഞാൻ നിങ്ങളെ പറ്റിക്കോ, ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും പ്രോപ്പറായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള എവിഡൻസ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട്. എല്ലാ രീതിയിലും പിന്നെ പല ആൾക്കാരും വന്ന് ഇങ്ങനെ ഇല്ലാത്ത വ്യാജ പ്രചരണങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. പ്രചരിപ്പിക്കുന്നവർ പ്രചരിപ്പിക്കട്ടെ, നമുക്ക് അത് നോക്കാനുള്ള സമയമില്ല. കാരണം നമ്മളേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ ഞാനൊരു ചിറോപ്രാക്ടറാണ്. പിന്നെ അതുപോലെ തന്നെ ആയുർവേദവും പഠിച്ചിട്ടുണ്ട്. ഈ ആയുർവേദം അവൻ പറഞ്ഞത് അത് ശരിയാണ്. ഞാൻ ആയുർവേദം പഠിച്ചിട്ട് ആയുർവേദം ക്ലിനിക്കിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത് ശരിയാണ്. പിന്നെ ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാനൊരു ഹെഡ് വാർഡിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ വ്യാജ കഥയാണ്, ഇതാണ്. അതൊക്കെ ഉള്ള കഥകളാണ്. അതിനുള്ള തെളിവുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ അതിനുള്ള തെളിവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് തരാം. ഇവനെ പോലത്തെ ഈ ഫ്രോഡുകളെ കൺവിൻസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇവൻ എൻ്റെ ഒരു ഇരയല്ല. അവൻ വെറും ഒരു എന്താ പറയുക, ഒരു മന്ദബുദ്ധി എന്നൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റും. ഒരു ഫ്രോഡ്, ഒരു മന്ദബുദ്ധി, ഒരു ബുദ്ധിയില്ലാത്തൊരു ശക്കൻ എന്നൊക്കെ പറയാം. ഒരു തലക്ക് സുഖമില്ലാത്ത ഒരാൾ, ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഒരാൾ എന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെയാണ് ഇവനെ വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. കാരണം അവൻ്റെ ആ ഒരു വർത്താനം എങ്ങനെയാണ്, ഇങ്ങനെ ചിരിച്ച് അങ്ങനെ അവൻ ക്രിമിനലാണ്, അവൻ വലിയ ഫ്രോഡാണ്. എടാ എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിനാണ് ആളുകളെ പറ്റിച്ച് ഒരു സർവീസും ചെയ്ത് കൊടുക്കാതെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞാണ് നടക്കുന്ന ആളുകൾ എത്ര ആൾക്കാരെ നിനക്കറിയോ? നിനക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ പ്രൂഫ് തരാം. നീ എത്ര ആൾക്കാരെ പറ്റിച്ചിട്ടുള്ളതെന്ന് നിനക്ക് അറിയാം. പിന്നെ എന്തിനാടാ നീ മറ്റുള്ളവനെ കുറിച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിൻ്റെ വീഡിയോയിലൂടെ? അപ്പോൾ നീ ഒരു കള്ളനാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും നിൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ. എനിക്ക് നിന്നായിട്ട് ഒരു മത്സരിക്കാൻ താല്പര്യമില്ല. നീ ഒരു കള്ളൻ തന്നെയാണ്. നീ പല വീഡിയോയിലും അത് തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇവനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്യാൻ വേണമെന്ന് വന്നതല്ല. ഇവനൊരു കള്ളനാണെന്ന് ഇങ്ങനെ ഒരാളെക്കുറിച്ച് വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പം അത് നിങ്ങളായിട്ട് ഒന്ന് ഈ ഒരു കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കറിയാം എങ്ങനെ ലോൺ എടുക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് റഷ്യൻ പാസ്പോർട്ട് ഉള്ളതാണ്, നിങ്ങൾക്ക് പ്രോപ്പർട്ടിയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ പാസ്പോർട്ട് ഉള്ളവർക്ക് 1 ലക്ഷത്തിനുള്ളിൽ ലോൺ എടുക്കാൻ പറ്റും. അപ്പോൾ അറിയാത്തവർക്ക് നിങ്ങൾക്ക് ഒരു പുതിയൊരു അറിവ് പറഞ്ഞതാണ്. അപ്പോൾ എന്തിരുന്നാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ഇങ്ങനെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.